ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിൻ്റെ മീനിങ്ങും ഡെഫിനിഷനുമാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ ബാങ്ക് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത് എങ്ങനെയാണെന്ന്. ഒരു ഇറ്റാലിയൻ വേർഡായിട്ടുള്ള ബാൻകോയിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇറ്റാലിയൻ വേർഡായിട്ടുള്ള ബാൻകോയിൽ നിന്നാണ് നമ്മൾ കാണുന്ന ബാങ്ക് എന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. ബാൻകോ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം ബാക്ക് ബെഞ്ച് എന്നാണ്. ഈ ഡെഫിനിഷനാണ് നോക്കുന്നത്. ബാങ്ക് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വേർഡ് നിങ്ങൾ പഠിക്കണം. ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിച്ച് ഡീൽസ് വിത്ത് മണി. അതെന്ത് ചെയ്യുന്നു? പണമാണ് അത് ഡീൽ ചെയ്യുന്നത്. എങ്ങനെയാണ് അതിന് പണം കിട്ടുന്നത്? ബൈ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ബൈ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, അത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു ജനങ്ങളിൽ നിന്നും. ആൻഡ് ലെൻഡിങ് മണി ടു ദ നീഡി പീപ്പിൾ, ആവശ്യക്കാർക്ക് പണം കടം കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കടം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആൻഡ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ദ മാനുഫാക്ചർ ഓഫ് ക്രെഡിറ്റ്, ക്രെഡിറ്റിൻ്റെ ഉൽപ്പാദകൻ എന്ന പേരിൽ കൂടിയും ആരറിയപ്പെടുന്നു? ബാങ്ക് അറിയപ്പെടുന്നു. ആൻഡ് എ മിഷനറി ഫോർ ദ ഫെസിലിറ്റേറ്റിംഗ് എക്സ്ചേഞ്ച് ഓഫ് മണി, അതുപോലെ ഒരു മിഷനറി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എക്സ്ചേഞ്ച് ഓഫ് മണി, പണം കൈമാറുന്നത്. അല്ലേ, നമ്മൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് മുഖേന ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ചെക്ക് മുഖേന ഫണ്ട് കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് എന്തുകൂടിയായിട്ട് വർക്ക് ചെയ്യുന്നു? ഫെസിലിറ്റേറ്റിംഗ് എക്സ്ചേഞ്ച് ഓഫ് മണി, പണം കൈമാറുന്നതിനുള്ള ഒരു സ്ഥാപനമായിട്ടും വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതാണ് ബാങ്ക് എന്ന് അർത്ഥമാക്കുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇൻ ഷോർട്ട്, ബാങ്ക് ഈസ് എ commercial institution which accept deposit from the public and make advances and loans for the purpose of making profit. അല്ലേ, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം. വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, ജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു. ആൻഡ് മേക്ക് അഡ്വാൻസസ് ആൻഡ് ലോൺസ്, അതുപോലെ തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസ് കൊടുക്കുന്നു ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. എങ്ങനെയാണ് ഇവിടെ മേക്കിംഗ് പ്രോഫിറ്റ് ഉണ്ടാകുക? ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ഡെപ്പോസിറ്റിന് മുകളിൽ ഒരു നിശ്ചിത പലിശ ഡെപ്പോസിറ്റർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവർ ആ എമൗണ്ടിൻ്റെ മുകളിൽ ബാങ്ക് ഒരു പലിശ ചുമത്തും. ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 5% പലിശയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റിൽ, ലോൺ കൊടുക്കുമ്പോൾ ഒരു 8% ആയിരിക്കും പലിശ കൊടുക്കുക. അപ്പോൾ 5, 8, അപ്പോൾ 3% പ്രോഫിറ്റ്. അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ടാണ് അതൊരു കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ പ്രോഫിറ്റ് മോട്ടീവ് എന്ന ഒരു വേർഡാണ്. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ബാങ്ക് എന്താണെന്ന് മനസ്സിലായി. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് മണി ത്രൂ വിച്ച് ദേ ആർ മേക്കിംഗ് പ്രോഫിറ്റ്. ആദ്യത്തെ ഡെഫിനിഷനിൽ നമ്മൾ വേറെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇതൊരു മാനുഫാക്ചർ ഓഫ് ക്രെഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ദേ ആർ ഹെൽപ്പിംഗ് ടു എക്സ്ചേഞ്ച് ദ മണി, പണം കൈമാറാനും സഹായിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് സാലന്റ് ഫീച്ചർ ഓഫ് ബാങ്ക്സ് ആണ്. ഇതൊരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് എന്താണ്? ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അല്ലേ, അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ചിലവാണ്. കാരണം എന്താണ്? ആ ഡെപ്പോസിറ്റിന് പലിശ കൊടുക്കേണ്ടി വരും. എന്നാൽ ആ ഡെപ്പോസിറ്റായി ലഭിച്ച തുക അവരെന്ത് ചെയ്യുന്നു? ലോണായി കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ അവർ പലിശ ചുമത്തുന്നു. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾക്ക് 5 രൂപയാണെങ്കിൽ ആ സാധനം നമ്മൾ വേറൊരാൾക്ക് വിൽക്കുമ്പോൾ 8 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ 5 രൂപയ്ക്ക് വാങ്ങിയത് നമ്മൾ 8 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് 3 രൂപയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ 1 ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് 10% പലിശയിൽ എടുക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒരു വർഷം 10,000 രൂപ എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇതേ സംഭവം തന്നെ നമ്മൾ 1 ലക്ഷം രൂപ കടം കൊടുക്കുകയാണെങ്കിൽ അതിന് 12% നമ്മൾ ഇൻട്രസ്റ്റ് ചുമത്തുമ്പോൾ 12,000 രൂപ നമ്മളെ കയ്യിൽ നിന്ന് കടം മേടിച്ച ആൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? കടം മേടിച്ച ആൾ ബാങ്കിലോട്ട് അടയ്ക്കേണ്ടി വരും 12,000 രൂപ. നമ്മൾ 10,000 രൂപ ഡെപ്പോസിറ്റ് തന്നതിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ 2,000 റുപ്പീസാണ് നമ്മളെ പ്രോഫിറ്റ്. അതുകൊണ്ടാണ് ഇതൊരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്ന് പറയുന്നത്, ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആയതുകൊണ്ട്. പിന്നെ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, ജനങ്ങളിൽ നിന്നും പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു. അഡ്വാൻസ് ലോണ് അഡ്വാൻസ് ചെയ്യും. അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ആക്സെപ്റ്റഡ് ഡെപ്പോസിറ്റ്. അല്ലേ, ഇവർ സ്വീകരിച്ച ഡെപ്പോസിറ്റുകളൊക്കെ എപ്പോഴാണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് ഓൺ ഡിമാൻഡിൽ അവർക്ക് റീപേ ചെയ്യേണ്ടി വരും. റീപേ ചെയ്താൽ മാത്രം പോരാ, പലിശയും കൊടുക്കണം. പിന്നെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആണ്. അല്ലേ,
നമ്മൾക്കെല്ലാം ഇൻ്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ. നമ്മൾക്ക് ഒരാൾക്ക് ക്യാഷ് കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് ബാങ്കിലൂടെ കൊടുക്കാം. നമ്മളെ ക്യാഷ് ആണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന ആരാണ്? ബാങ്കാണ്. അതുകൊണ്ടാണ് അതൊരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആയി വർക്ക് ചെയ്യുന്നു. പിന്നെ ഏണിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനത്തിലൂടെ എല്ലാം ബാങ്ക് എന്ത് ചെയ്യുന്നു? ലാഭം ഉണ്ടാക്കുന്നു. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക്. ഇത് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പം നിങ്ങളത് നോട്ട് ചെയ്യണം. പിന്നെ പറയുന്നത് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ക്രൈറ്റീരിയ ആണ് പഠിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ്റെ ബേസിൽ ബാങ്കിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസിസ് ഓഫ് ഡൊമൈസിൽ. ഡൊമൈസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് എവിടെയാണോ നിൽക്കുന്നത്, അതായത് ഇന്ത്യൻ ആണോ ഫോറിൻ ആണോ എന്നുള്ളർത്ഥം. പിന്നെ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ. ഓൺ ദ ബേസിസ് ഓഫ് RBI ഷെഡ്യൂൾ. RBIൻ്റെ ഷെഡ്യൂളാണ് 2 ഷെഡ്യൂളുള്ളൂ. ഒന്ന് ഷെഡ്യൂൾഡ് ബാങ്കും ഒന്ന് നോൺ ഷെഡ്യൂൾഡ് ബാങ്കും. ഇത്രയേ ഉള്ളൂ. ഇതൊരു essay ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ബാങ്ക്സ്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഈ 5 ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി ഈ ഓരോ ക്ലാസിഫിക്കേഷൻ്റെ കീഴിലും കൂടുതൽ ബാങ്കുകൾ വരും. അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫംഗ്ഷൻ ആണ്. ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷനിൽ ഫസ്റ്റ് വരുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, അഗ്രികൾച്ചറൽ ബാങ്ക്സ്, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്, സേവിംഗ് ബാങ്ക്സ്, ഇൻഡിജീനിയസ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്, RRBs. ഇത്രയും ബാങ്കാണ് ഓൺ ദ ഫങ്ഷൻസ് പറയുന്നത്. ഇതാണ് അടുത്ത ക്ലാസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ. എത്ര ബാങ്ക് പഠിക്കുന്നുണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ? 9 ബാങ്കോരം ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നോട്ട് നല്ല വൃത്തിയിൽ എഴുതിയെടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിനെ കുറിച്ചിട്ട് വിശദമാക്കി തരാം. ഓക്കെ, താങ്ക് യു.